ഹലോ ഹായ് മലയാളി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി തേൻ നെല്ലിക്കയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കാനായിട്ട് വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 12 നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ വെള്ളമെല്ലാം നല്ല പോലെ തുടച്ച് മാറ്റാം. അപ്പോൾ ഇതാ വെള്ളമെല്ലാം മുഴുവനായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നെല്ലിക്ക വേവിച്ചെടുക്കാം. അതിനായിട്ട് സ്റ്റീമർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നെല്ലിക്ക വെച്ച് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ആവി വന്ന ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്ക് തുറന്ന് നോക്കണം, ഒരുപാട് വെന്ത് പോകണ്ട. നെല്ലിക്ക വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് എടുത്ത് മാറ്റുകയാണ്. നെല്ലിക്ക ഇപ്പോൾ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ കുത്തി കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നത് പനം കൽക്കണ്ടാണ്. ഞാനിവിടെ 1 കപ്പ് പനം കൽക്കണ്ടാണ് എടുത്തിട്ടുള്ളത്. പനം കൽക്കണ്ട് ആദ്യം ഒന്ന് ഉരുക്കിയെടുക്കുകയാണ്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ പനം കൽക്കണ്ട് നല്ല പോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുക്കാം. ഇനി ഈ ഒരു പാനിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പനം കൽക്കണ്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതാ നെല്ലിക്കയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുകയാണ്. നെല്ലിക്കയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. നെല്ലിക്ക നന്നായിട്ട് ചുരുങ്ങി നല്ലൊരു ബ്രൗൺ കളറിൽ വരും. അപ്പോൾ ഇതാ നെല്ലിക്ക റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ചുരുങ്ങി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് നേരം ഇട്ട് നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ പനം കൽക്കണ്ട് ഒരുപാട് അങ്ങ് കട്ടിയായി പോവും. തണുത്ത് കഴിയുമ്പോൾ കൂടുതൽ സ്റ്റിക്കി ആയി പോവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ കുഴിവുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിൽ അടച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇത് ആ ജ്യൂസ് മുഴുവനും ആ നെല്ലിക്കയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേൻ നെല്ലിക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. പനം കൽക്കണ്ട് നമ്മൾ കൊച്ചു കുട്ടികൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ മധുരത്തിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നെല്ലിക്കയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുത്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.